ഗുഡ് മോർണിംഗ് ഫ്രം ഇസ്രായേൽ. ഇന്നത്തെ വാർത്തകൾ എന്താണെന്ന് ഓടിച്ചു നോക്കാം. വ്യാഴാഴ്ച രാത്രി 8 മണി വരെ ഹോം ഫ്രണ്ട് കമാൻഡ് നിർദ്ദേശങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു. ബിനാമിൻ മേഖലയിലെ സിൽവാദി ജിഹാദ് അറബ് സെറ്റിൽമെന്റിൽ 2 കെഫിർ ബ്രിഗേഡ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഡ്രോൺ ആക്രമണം നടത്തിയ ഒരു അറബ് കുടിയേറ്റക്കാരൻ കൊല്ലപ്പെട്ടു. അക്രമാസക്തമായി ആക്രമിച്ച മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ന് വീണ്ടും നെതന്യാഹു തന്റെ സുരക്ഷാ ഷെഡ്യൂൾ കാരണം തന്റെ സാക്ഷ്യം 3 മണിക്കൂർ ചുരുക്കുവാൻ അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി പുറത്താക്കാനും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനും അട്ടിമറി നടത്തുന്നത് തുടരുന്ന ഓസ്ലോ ആക്ടിവിറ്റീസ് ജഡ്ജിമാർ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന നിരസിച്ചു. യുദ്ധസമയത്ത് ഇറാനുമായി പരസ്യമായി തിരിച്ചറിയുകയും യുദ്ധത്തിനെതിരായി എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് 69 പേരുടെ പൗരത്വം റദ്ദാക്കിയതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ പ്രഖ്യാപിച്ചു. പൗരത്വം റദ്ദാക്കിയവരിൽ പ്രമുഖ ഷിയ മത പണ്ഡിതനും ഉൾപ്പെടുന്നു. ഹിസ്ബുള്ള സ്ഫോടക വസ്തു ഡ്രോണിന്റെ സ്ഫോടനത്തിൽ ഇന്നലെ ഒരു IDF സൈനികന് നേരിയ പരിക്കേറ്റു. മറ്റൊരു UAV ആക്രമണത്തിൽ ഇന്നലെ ഇസ്രായേലി കോൺട്രാക്ടർ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയിച്ചു. തെക്കൻ ലെബനൻ ഇതുവരെ കണ്ടെത്തൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭൂഗർഭ പാതയായ 450 ടൺ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് IDF നശിപ്പിച്ചു. ഏകദേശം 2 കിലോമീറ്റർ നീളവും 25 മീറ്റർ വരെ ആഴവും 30 ഷാഫ്റ്റുകളും 30 താമസ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഈ പാത ഗ്രാനൈറ്റ് പാറയിൽ കൊത്തിയെടുത്തതാണ്. ജിഹാദ് നടത്തുന്ന ഒരു വലിയതും ചെലവേറിയതുമായ പദ്ധതി. എന്താണ് സംഭവിക്കുന്നതെന്ന് ഗ്രാമത്തിലെ എല്ലാവരും അറിയാതെയാണ് ഇത്രയും വലിയ പദ്ധതി നിർമ്മിച്ചതെന്ന് അവകാശപ്പെടുന്നത് തന്നെ നുണയാണ്. എന്നിട്ടും IDF നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ അവരുടെ സുരക്ഷകൾക്കായി പ്രദേശങ്ങൾ വിട്ടുപോകാൻ പലായനം ചെയ്യാനുള്ള മുന്നറിയിപ്പുകൾ മുന്നോടിയായി നൽകുന്നതിന് ശേഷമാണ് ആക്രമണങ്ങൾ തുടരുന്നത്.